ഹലോ, അഫീസ് നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് റേഷൻ കിറ്റിൻ്റെ അൺബോക്സിങ് മാത്രമല്ല, കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഏകദേശം റേഷൻ കാർഡിൽ കിറ്റ് വിതരണം തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ചക്ക് മുൻപ് തന്നെ യൂട്യൂബിൽ അതിൻ്റെ തരംഗം മീൻസ് കുറേ പേര് വീഡിയോസ് ഇട്ട് തുടങ്ങിയിരുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതിപ്പോൾ എല്ലാവർക്കും കിട്ടണത് തന്നെയല്ലേ, ഇതിനെന്തിനാണ് ഇങ്ങനെ അൺബോക്സിങ് വീഡിയോ ഇടണതെന്ന്. അതായത് യൂട്യൂബേഴ്സിൻ്റെ വ്യൂസ് കൂട്ടാനും വാച്ച് ടൈം കൂട്ടാനുള്ളൊരു ടെക്നിക്കായിട്ടാണ് എന്ന് തോന്നുന്നുണ്ടാവും. പക്ഷെ നിങ്ങളൊന്ന് അടിച്ച് യൂട്യൂബിൽ നോക്കിയേ, എന്തുകൊണ്ടാണ് അത്തരം വീഡിയോസിന് ഇത്രയും വ്യൂസ് വരുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത് ആരും കാണൂലല്ലോ. ഈ റേഷൻ കാർഡിൽ എന്തുണ്ട്, വെള്ളക്കാർഡിൽ, നീലക്കാർഡിൽ, മഞ്ഞക്കാർഡിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് അതിന് നല്ല വ്യൂസ് കാണുന്നുണ്ട്. 20K, 12K, 15K, 1.1 lakh വ്യൂസ്, അങ്ങനെയാണ് വ്യൂസിന്റെ കണക്ക് പോണത്. അങ്ങനെയാണെങ്കിൽ ഇത് ആരും കാണൂലല്ലോ. പക്ഷേ നമ്മളുടെ ഒരു ക്യൂരിയോസിറ്റി, നമ്മളുടെ കാർഡിൽ കിട്ടിയത് തന്നെയാണോ മറ്റുള്ളവരുടെ കാർഡിലും കിട്ടിയെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് അതിൻ്റെ പിന്നിൽ. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അപ്പം കഴിഞ്ഞ നമ്മൾ കേരളത്തിൽ ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ ഒരു കിറ്റ് വിതരണം ഉണ്ടായില്ല, 1000 രൂപയുടെ. അപ്പം ആ കിറ്റിൻ്റെ വീഡിയോ എല്ലാവരും ഇട്ടിട്ട് ഫുൾ വൈറലായിട്ട് കണ്ടായിരുന്നു. അപ്പോഴും എനിക്കിടാനൊരു ജമ്മൽ, ഇടണോ വേണ്ടേ, നമ്മൾ ഇങ്ങനെ ചാനലിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇതൊരു തട്ടിക്കൂട്ട് വീഡിയോ ആവുമെന്ന് വിചാരിച്ച് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഉൾപ്പെടുത്തിയിട്ട് അതാരും അങ്ങനെ കണ്ടുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഞങ്ങളുടെ നീലക്കാർഡാണ്. നീലക്കാർഡിൽ എന്തൊക്കെയാണ് കിട്ടിയെന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അതേ നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ക്ലോത്ത് ബാഗിൽ ആണ് സംഭവങ്ങളുള്ളത്. അപ്പം ഇത് മല്ലിപ്പൊടി, കിച്ചൺ ട്രഷേഴ്സിൻ്റെ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾ പൊടി, ആച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ മഞ്ഞൾ പൊടിയാണ് കേട്ടോ കാണുന്നത്. പിന്നെ എന്തുട്ടുള്ളത്, ഇത് സേമിയ, വെർമിസെല്ലി സേമിയ ഉണ്ട്. പായസമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഓണമല്ലേ, ഓണത്തിന് എനിക്കിഷ്ടാട്ടോ സേമിയ. ചിലർ ഗോതമ്പ് നുറുക്കും പാലടക്കല്ലേ വെക്കാം. പിന്നെ ഇതിലുള്ളത് മുളക് പൊടി ഉണ്ട്, പിന്നെ വെളിച്ചെണ്ണ ഉണ്ട്, അഗ്മാർക്ക് കോക്കനട്ട് ഓയിൽ, ശബരി ബ്രാൻഡിൻ്റെ വെളിച്ചെണ്ണ ഉണ്ട്. പിന്നെ പപ്പടം ഇമ്പോർട്ടൻ്റ് ആണല്ലോ അല്ലേ. പിന്നെ എന്താണുള്ളത്, പഞ്ചസാര ഉണ്ട് കേട്ടോ. പഞ്ചസാര 1 കിലോ ഉണ്ടാവും. പഞ്ചസാര അത്യാവശ്യമായിട്ടുള്ള സംഭവമല്ലേ. പിന്നെ കഴിഞ്ഞതിൽ ചായപ്പൊടി ഉണ്ടായി, ഇതിൽ ചായപ്പൊടി ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതേ സാമ്പാർ പൊടി, കിച്ചൺ ട്രഷേഴ്സിൻ്റെ സാമ്പാർ പൊടി ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് ഐറ്റംസ് എല്ലാവർക്കും ഉള്ളത്, പ്രത്യേകത ഒന്നുമില്ല. പിന്നെ ശർക്കര ഇത്തിരി ഓപ്പൺ ആയിരിക്കുന്നുണ്ടായിരുന്നു, വേറെ പ്രശ്നം കുഴപ്പമൊന്നുമില്ല. അത് 1 കിലോ ഉണ്ടാവും ശർക്കര. പിന്നുള്ളത് ഗോതമ്പ് നുറുക്കാണ്. ഗോതമ്പ് നുറുക്ക് കുറേ ഉണ്ടല്ലേ, അങ്ങനെ എല്ലാവരും വൈഡായിട്ട് ഉപയോഗിക്കണത് നമുക്കറിഞ്ഞൂടാ, നമ്മളങ്ങനെ കുറേ ഉപയോഗിക്കാറില്ല. അപ്പം എനിക്ക് തോന്നി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം മിസ്സായിപ്പോയി, ഉപ്പ്. അത് കൂടാണ്ട് ചെറുപയറും കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഉപ്പ് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമല്ലേ. ഈ എരിവും പുളിയും നമ്മൾ ലോകത്തുള്ളവരെല്ലാവരും ഒരുപോലെ യൂസ് ചെയ്തില്ലെങ്കിലും ഉപ്പ് ഏകദേശം എല്ലാവരും ഒരേപോലെ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ഗോതമ്പ് നുറുക്കിന് പകരം ഉപ്പ് മതിയായിരുന്നു എന്ന് എനിക്കൊരു ഇത് തോന്നിയിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ ഉപ്പ് ചേർക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയൊരു സജഷൻ കേട്ടോ, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ്. വേറെ ബാക്കിയെല്ലാം ഓക്കെ, കറക്റ്റാണ്. പിന്നെ കഴിഞ്ഞ കിറ്റിൽ നമുക്ക് 18 ഐറ്റംസ് ഉണ്ടായിരുന്നല്ലോ, കാരണം അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള സമയത്തായിരുന്നു നമുക്ക് അങ്ങനെ കിട്ടിയത്. അപ്പോൾ ഇതിൽ 11 ഐറ്റംസാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ സർക്കാരിനോട് ഒരു വലിയ താങ്ക്സ് പറയാണ്, ഇത്രയെങ്കിലും നമ്മൾക്ക് എത്തിച്ച് തന്നില്ലേ എന്നുള്ളത്. പിന്നെ അതിന് പുറമെ റേഷൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടി ഈ പ്രാവശ്യത്തെ ഓണം നമ്മൾക്ക് നല്ല രീതിയിലൊക്കെ ആഘോഷിക്കാം. അഫീസ് നോട്ട്ബുക്ക് നാട്ടിൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോട്ടെ. പിന്നെ അത് മാത്രം പോരാ, തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഈ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും സജഷനും പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടുള്ള അഭിപ്രായവും നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ആഘോഷങ്ങൾ നമുക്ക് എന്തായാലും വേണം, പക്ഷേ മാക്സിമം അകലം പാലിച്ചിട്ടുള്ള ആഘോഷങ്ങളാവാം.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റേഷൻ കിറ്റ് അൺബോക്സിങ് വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു.